ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലെ സുന്ദരമായ ഒരു ആത്മീയ പരിത്യാഗ വഴിയുടെ ഒന്നാമത്തെ ചിന്ത ഈശോയെ മരണത്തിന് വിധിക്കുന്നു എന്നതാണ്. 2 തരം തിരിവുകളാണ് ഇവിടെ നമുക്ക് ദർശിക്കാനാവുന്നത്. വിധിക്കുന്നവനും വിധിക്കപ്പെടുന്നവനും. വിധിക്കുന്ന ആൾക്ക് എല്ലാ ആനുകൂല്യങ്ങളുമുണ്ട്, എന്നാൽ വിധിക്കപ്പെടുന്നവന് അതെല്ലാം നിഷേധിക്കുന്ന അവസ്ഥയാണ്. വിധി പറയുന്നവൻ അവന് മരണമാണ് നൽകിയത് എന്ന് വെച്ചാൽ മനുഷ്യനെന്ന ഒരുവന്റെ അസ്തിത്വത്തെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു വിധി. അതെ, അന്യായമായി നാം നടത്തുന്ന ഓരോ വിധിയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈശോ കുറ്റമറ്റവനാണെന്നും മരണശിക്ഷയ്ക്ക് അർഹമായ ഒന്നും അവനിൽ കാണുന്നില്ലെന്നും പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നിട്ടും ഈശോയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മാത്രം ഭീരുവായി തീർന്ന പീലാത്തോസിനെയാണ് നാം ഈ സ്ഥലത്ത് കണ്ടുമുട്ടുന്നത്. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന അഴിമതിക്കും ക്രൂരതയ്ക്കും പേരുകേട്ട ഈ ഭരണാധികാരി നമ്മോട് പറയാതെ പറയുന്നത്, മനസ്സാക്ഷിയുടെ സ്വരത്തിന് അനുഗുണമായി നിൽക്കാൻ അധികാരികൾക്ക് കഴിയാതെ വരുമ്പോൾ നന്മകൾ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നതാണ്. സത്യവും നീതിയും ഇരുൾമറയുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തപ്പെട്ട അന്യായ വിധി ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ നന്മയുടെ ധാർമ്മിക സ്വരമായി തുറന്ന മനോഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന നിലപാടുകൾ കൈക്കൊള്ളാൻ നമുക്കാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആമേൻ.